അല്പനിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് കേസ് പരിഗണിച്ച് തുടങ്ങിയത്. കേസിലെ പ്രധാന പ്രതിയായ ദിവ്യയ്ക്ക് പാർട്ടിയുമായുള്ള ബന്ധം, ഭരണകക്ഷിയുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നില്ല, വേഗതയിൽ മുന്നോട്ട് പോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. കോടതിയിൽ നിന്നുള്ള ഓരോ വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെടാൻ എന്താണ് കാരണമെന്ന് കോടതി ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും ആദ്യ മറുപടി എന്ന് പറയുന്നത് ദിവ്യ CPM നേതാവാണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നാണ് കുടുംബം കോടതിയിൽ വാദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കേസ് പരിഗണിച്ചു തുടങ്ങിയിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ സ്വാധീനം, ഒപ്പം ഇനിയും തീരാത്ത സംശയങ്ങൾ, അതായത് യഥാർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇനിയും ഒരു വ്യക്തതയില്ലാത്തത്. ഇത്തരം കാര്യങ്ങളാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന് ആധാരമായി കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് കുടുംബത്തിന്റെ അഭിഭാഷകൻ നൽകിയ മറുപടിയും ഇതേ കാര്യം. മാത്രമല്ല, ഈ മരണം സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇത്ര നാളായിട്ടും ഏകദേശം ഒരു വ്യക്തതയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ ഒക്കെ പരിഗണിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിന്റെ അന്വേഷണവുമായി ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടി പരിഗണിക്കുമ്പോൾ CBI കോടതിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ, കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു കോടതി. ഡിസംബർ 6-ന് കേസ് ഡയറി ഹാജരാക്കണം. അതോടൊപ്പം CBIക്കും സർക്കാരിനും നോട്ടീസും നൽകിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.